ഹലോ ഗെയ്സ്, നമുക്ക് ഇന്നൊരു വർക്ക് കാണാം. ഇതിപ്പോൾ വരുന്നത് 1.5 കിലോ വരുന്ന ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ. പുള്ളിക്കാരി കുറച്ച് ദൂരെ നിന്നാണ് കേക്ക് എടുക്കാൻ വരുന്നത്, നമ്മുടെ ഏരൂർ ഭാഗത്തു നിന്നാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 തവണയിൽ കൂടുതൽ നമ്മുടെ ഇന്ന് കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ തന്ന ഡിസൈൻ കണ്ടപ്പം ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെയും വിചാരിച്ചു ഇതൊക്കെ ഒരു ടാസ്ക് അല്ലേ, നമ്മൾ ഏറ്റെടുക്കണ്ടേ, കാരണം നമ്മുടെ ഈ മേഖല ഇതായിപ്പോയല്ലോ. അങ്ങനെ നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മളിത് ഫിനിഷ് ചെയ്ത് വെച്ച കേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് 2 ബോർഡിലാക്കി വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ സൈഡ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ നടുക്കൂടെ റോഡ് വെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ 2 കേക്കും എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കേക്കുകൾ ചെയ്യുമ്പം ഞാൻ പലപ്പോഴും ഒരാളുടെ ഹെൽപ്പ് തേടാറുണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പം ഈ ബോർഡൊന്ന് പിടിക്കണേ, അല്ലെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്യണേ, ഇതൊന്ന് വെക്കാൻ ഹെൽപ്പ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരാളെ പിടിച്ചടുത്ത് നിർത്താറുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട കെട്ടിയവനായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ റോഡ് അങ്ങനെയുള്ള പണികൾ, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പൈഡർമാൻ്റെ അതുമല്ലെങ്കിൽ JCBയുടെ ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പുള്ളിക്കാരന് ഭയങ്കര അഭിപ്രായങ്ങൾ കാണും. ഞാനും പുള്ളിക്കാരനും കൂടെ അഭിപ്രായം പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ എത്തിച്ചേരും. പിന്നെ അവിടെ അടിയായി ഇടിയായി കുത്തായി വെട്ടായി എന്ന് വേണ്ട സകലമാന കലാപരിപാടികൾ അവിടെ നടക്കും. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഈ വട്ടവും അത് മുടങ്ങാതെ നടന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ കേക്ക് ചെയ്യുന്നിടത്ത് മേലെ ഞാൻ വിളിച്ചാലും വരരുതെന്ന് പറഞ്ഞു. ആര് വരുന്നു, ഇനി നീ വിളിച്ചാലും ഞാൻ വരത്തില്ല, നിൻ്റെ ഒരു കേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അത് എത്തി നോക്കിയിട്ട്, സുമയ അതിങ്ങനെയല്ല അങ്ങനെ ഒന്ന് ചെയ്തേ എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്തായാലും ഫൈനൽ ലുക്കിലെത്തിയപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് എന്നോട് പറയുകയാണേ, ഇതെല്ലാം എൻ്റെ ഐഡിയ ആണെന്ന്. ആണോ? അല്ല, ഇതെല്ലാം എൻ്റെ ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇതാരുടെ ഐഡിയ അല്ല, ഇതൊരു ഇംഗ്ലീഷുകാരി ചേച്ചി അവിടെ ഇരുന്ന് വീഡിയോയിലൂടെ കാണിച്ചു തന്നത് പ്രകാരം നമ്മൾ ചെയ്തതാണ്. എങ്കിലും ചെയ്യുമ്പോൾ ഒരാളുടെ സപ്പോർട്ടുള്ളത് നല്ലതാണെങ്കിലും ഇങ്ങനൊരാളുടെ സപ്പോർട്ട് തൽക്കാലം ആവശ്യമില്ല. കാരണം ഇതിങ്ങനെ നമ്മൾ ചൊറിഞ്ഞ് ഈ വണ്ടിയൊക്കെ വെച്ചപ്പോണ്ടല്ലോ ഒരു 22 വഴക്ക് കഴിഞ്ഞ് ബാക്കി വഴിയെ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ആയപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമറിന് അയച്ചു കൊടുത്തു. പുള്ളിക്കാരന് കുഞ്ഞുമാവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.